നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഊർജ്ജതന്ത്രത്തിൻ്റെ ഫിസിക്സിൻ്റെ ബ്രാഞ്ചിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞു. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്? Electrostatics is a branch of physics that deals with the phenomena and properties of stationary electric charges. നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ചാർജുകളും അവയുടെ കുറച്ച് പ്രോപ്പർട്ടീസും അവയുമായി ബന്ധപ്പെട്ട കുറച്ച് ഫിനോമിനാസും ഡീൽ ചെയ്യുന്ന ഫിസിക്സിൻ്റെ തന്നെ ഒരു ബ്രാഞ്ചാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. എന്തൊക്കെയാണ് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ കീഴിൽ പഠിക്കാനുള്ളത്? മാഗ്നറ്റുകളെക്കുറിച്ച്, കാന്തങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ മുൻപ് കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു മാഗ്നറ്റിന് ചുറ്റും, ഇത് നോർത്ത് പോളും സൗത്ത് പോളും ഉള്ള ഒരു മാഗ്നറ്റാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് നമുക്ക് അറിയാം. ആ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വേറൊരു മാഗ്നറ്റിന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊണ്ടുവരുന്ന മാഗ്നറ്റും ഇവിടെ വെച്ചിരിക്കുന്ന മാഗ്നറ്റും തീർച്ചയായും ആകർഷിക്കുകയോ വികർഷിക്കുകയോ ചെയ്യും, അട്രാക്റ്റ് ചെയ്യുകയോ റിപ്പൽ ചെയ്യുകയോ ചെയ്യും. അങ്ങനെയെങ്കിൽ നിർബന്ധമായും ഒരു മാഗ്നറ്റിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കണം. ഇതേപോലെ തന്നെ ഒരു ചാർജിന് ചുറ്റും, അത് നെഗറ്റീവ് ചാർജോ പോസിറ്റീവ് ചാർജോ ആയിക്കൊള്ളട്ടെ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പോസിറ്റീവ് ചാർജാണ്. ആ പോസിറ്റീവ് ചാർജിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. അതായത് ഒരു മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതുപോലെ ഒരു ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. അത് പോസിറ്റീവ് ചാർജിന് ചുറ്റും ഉണ്ടായിരിക്കും, അതേപോലെ ഒരു നെഗറ്റീവ് ചാർജിന് ചുറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യമായി നമ്മൾ പഠിക്കുന്നത് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ കീഴിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് എന്താണ് ഇലക്ട്രിക് ഫീൽഡ്. രണ്ടാമതായി നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാന്തത്തിൻ്റെ അടുത്തേക്ക്, ഒരു മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ വേറൊരു മാഗ്നറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ തമ്മിലൊരു ഫോഴ്സ് ഉണ്ടായിരിക്കും. ഒരു പക്ഷേ അത് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും, അതല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. ഏത് പോൾ ആണോ നമ്മൾ കൊണ്ടുവരുന്നത് അതിനനുസരിച്ച് അവ ആകർഷിക്കുകയോ വികർഷിക്കുകയോ ചെയ്യും. ഇതേപോലെ തന്നെ ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഒരു ചാർജിൻ്റെ അടുത്തേക്ക് മറ്റൊരു ചാർജിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതായത് ഒരു പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് വേറെ ഒരു പോസിറ്റീവ് ചാർജിനെയോ അല്ലെങ്കിൽ വേറെ ഒരു നെഗറ്റീവ് ചാർജിനെയോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തു സംഭവിക്കും? അവ തമ്മിൽ ആകർഷിക്കുകയോ വികർഷിക്കുകയോ ചെയ്യും. പോസിറ്റീവ് ചാർജാണ് ആദ്യത്തെ പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ അവ തമ്മിൽ എന്തു ചെയ്യും? വികർഷിക്കും, അതായത് റിപ്പൽ ചെയ്യും. ഒരു നെഗറ്റീവ് ചാർജിനെയാണ് കൊണ്ടുവരുന്നതെങ്കിലോ അവർ തമ്മിൽ അട്രാക്റ്റ് ചെയ്യും. എങ്ങനെ നോക്കിയാലും അവർ തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും, അതായത് ആകർഷണ ബലമോ അല്ലെങ്കിൽ വികർഷണ ബലമോ ഉണ്ടായിരിക്കും. അട്രാക്റ്റീവ് ഫോഴ്സോ അതല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സോ ഉണ്ടായിരിക്കും. ഈ ഫോഴ്സിനെ കുറിച്ചും നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ കീഴിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയുമുണ്ട്, അതായത് ഒരു മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ ഉള്ളതുപോലെ ഒരു ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളും ഉണ്ടായിരിക്കും. ഒന്നും കൂടി പറയാം. ഒരു മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ ഉള്ളതുപോലെ ഒരു ചാർജിന് ചുറ്റും, അത് നെഗറ്റീവ് ചാർജോ അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജോ ആയിക്കൊള്ളട്ടെ, അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈനും ഉണ്ടായിരിക്കും. ഇത് നമുക്ക് ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ കീഴിൽ പഠിക്കാനുള്ളതാണ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചാർജിനെ ഈ ഒരു ചാർജിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. അതായത് രണ്ടാമത്തെ പോസിറ്റീവ് ചാർജിനെ ഒന്നാമത്തെ പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ അവ തമ്മിൽ വികർഷിക്കുന്നത് കൊണ്ട് നമ്മൾ പുറമേ നിന്ന് ഒരു പ്രവൃത്തി ചെയ്യേണ്ടതായി വരും. അതായത് ഒരു വർക്ക് അവിടെ ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് വേറൊരു ചാർജിനെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ പുറമേ നിന്ന് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ആ വർക്കിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഒന്നും കൂടി പരിശോധിക്കാം. ഒന്ന്, ആദ്യമായി ഒരു ചാർജിന് ചുറ്റും, ഒരു സ്റ്റേഷനറി ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. അതേപോലെ ചാർജുകൾ തമ്മിൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഉണ്ടായിരിക്കും. ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഒരു ചാർജിനെ കൊണ്ടുവരണമെങ്കിൽ, അതായത് ഒരു ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലേക്ക്
മറ്റൊരു ചാർജിനെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ വർക്കിനെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ കീഴിൽ പഠിക്കാനുള്ളതാണ്.